സൂരജ് പറഞ്ഞതിന് തർക്കിക്കാൻ നിൽക്കാണ്ട് കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി. എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിലാക്കണം എന്ന് പറഞ്ഞതിന് പല കാര്യങ്ങളും ഉണ്ട്. എന്ത് കാര്യം ഉണ്ടായാലും ശരി എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കൂ. ഈ പറഞ്ഞത് തന്നെ പിന്നെ അതന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ. ഒരു വർത്താനം വേണ്ട. കോളേജിലൊക്കെ പോകുമ്പോഴേ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷിൽ വെച്ചാൽ വേറെ പഠിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ഇവിടെ ഉണ്ട്. അല്ലാണ്ട് മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇടവൈകലും കാര്യങ്ങളൊന്നും വേറെ എവിടെയും കിട്ടൂല ആണ് ഈ പറയണേ. ഈ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇടപെടലൊക്കെ കിട്ടിയില്ലേ മലയാളം മീഡിയത്തിൽ? അത് മതി. അപ്പൊ അതന്നെ ഞാനും പറഞ്ഞേ 4ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടീനെ പിന്നെ ഈ അടക്ക് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണതിന്റെ കാര്യം എന്താ? ഇംഗ്ലീഷ് അറിയില്ല അതന്നെ. ഓൻ ഇംഗ്ലീഷ് നല്ലോണം പറയുവാണോ എഴുതോ വേണോ? അതെ, അനക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കാനാണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനാണോ ഇഷ്ടം? മലയാളം മീഡിയത്തിൽ. കണ്ടോ കുട്ടീനെ ഇഷ്ടം നോക്കണ്ടേ? എന്താണ് നിന്റെ ഇഷ്ടം? ഇംഗ്ലീഷ് മീഡിയത്തിൽ. അജ്ജു കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. നിങ്ങള് കുട്ടീനെ വെച്ചിട്ട് വോളിബോൾ കളിക്കല്ലോ. അല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിന് ഒരു വിലവെക്കില്ല പറഞ്ഞ പിന്നെ എന്ത് വർത്താനം പറഞ്ഞ അനക്ക് മനസ്സിലാവില്ല. അനക്ക് ലോകാവസാനം വരെ മനസ്സിലാവില്ല. ഇത് ഈ കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിൽ അല്ലാതെ സമ്മതിക്കില്ല. ചേച്ചി അധ്വാനിച്ച് കായ് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അധ്വാനിക്കണ കായ് കൊണ്ട് മലയാളം മീഡിയത്തിലെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞാനാണ് തീരുമാനിക്കണത്. ഈ ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിക്കാൻ കണ്ട ഞാൻ മലയാളം മീഡിയത്തിൽ എന്റെ കുട്ടീനെ പഠിപ്പിക്കുള്ളൂ. അതിൽ വേറെ ഇനി വർത്താനല്ല. എവിടേക്കായിരുന്നു കുട്ടീനൊന്ന് ചേർന്നിട്ട് എന്റെ കാര്യം മനസ്സിലാക്കിക്കോ. ഓളോട് ഒരു പാർസൽ അങ്ങ് പറയാ പുട്ടും ബീഫും. നിങ്ങൾക്ക് ഏത് നേരം ഈ തീറ്റാന്നുള്ളൊരു വർത്താനം തന്നെ. എന്തിത്താ ചെയ്യ കുട്ടികളും ഉപ്പമാരും എല്ലാരും മുന്നൊരു ഇംഗ്ലീഷ് മീഡിയം. ജിന്നല്ല ഞാനാണ്. എനക്കെന്തിന്റെ കേടാ ചങ്ങ കൊറേ നേരമായല്ലോ തിരിഞ്ഞടിക്കണം. എനക്ക് എന്താണ്ടോ വേണ്ടത്? എന്തെന്നാ ഇങ്ങനെ കൂട്ടിവിടാ? അല്ല ഈ നാടനായി കൂട്ടിൽ നിൽക്കണായി കൊറേ നേരമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നേ. ഈരോട് വീടാകുമ്പോ പല പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഈ പരിഹരിക്കാൻ നിൽക്കുക. ബാക്കിയുള്ള ഒരു പണിയും കഴിഞ്ഞ ഒരു കിടക്കുമെന്ന് നോക്കുന്നത്. ഈ കണക്ക് എന്റെ വീട്ടിലല്ലോ ഈ കിടക്കൽ. ഇതിന്റെ വീട്ടിലെ ജനലുള്ള എന്താ സുധിയെ ആ ചങ്ങായി കൂറ്റി കേട്ടിട്ട് വന്നോ? ഇവിടെ അങ്ങനെ പല വർത്താനുണ്ടോ? ഒന്നാമത്തെ ഈ അയൽവക്കത്ത് എന്തിനും നടക്കുമ്പോ എത്തി നോക്കാനുള്ള എന്താ പത്ര ഒന്നുമില്ല. കോഴിക്കാഴ്ചാണ്ട് കൂടി കോഴിക്കാളി വർത്താനം നിങ്ങളൊന്ന് മിണ്ടാണ്ട് ഒന്നാമത്തെ നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ഇതെങ്ങടാണ് ഇജങ്ങടാണ് നിങ്ങളുടെ തീരുമാനം മാറാണിച്ച അങ്ങോട്ട് വന്നോ. അപ്പൊ ഞാൻ ആലോചിക്കാം ഇനി ഇങ്ങോട്ട് വരണോ വേണ്ടിയൊന്ന്. എന്നുവെച്ച് ഇങ്ങോട്ട് വന്നെ എന്റെ കുടുംബത്ത് കുത്തിരിക്കോളോ. ആ ജാതി വാശൊന്നും വേണ്ടട്ടോ. വേഗം ഉണ്ടോക്കടെ ഇല്ല. എന്നുവെച്ചിപ്പോ ഇന്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിപ്പിക്കൊള്ളൂ. അതിന് ഒരു മാറ്റമില്ല. എവിടെയും പഠിപ്പിക്കൂല. മലയാളം മീഡിയത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പഠിക്കുള്ളൂ എന്റെ കുട്ടി. എവിടെ കൊണ്ടായാലോ പിന്നെ കാണും. വണ്ടി കിട്ടുവോ? അത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ വരും. ഞാൻ അതിൽ കയറി പോയിക്കോളും. എന്നാ പിന്നെ മോള് പോണായിരിക്കും ഒരു പുട്ടും ബീഫും പാർസൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ അണ്ണാക്കിൽ ഞാൻ പുട്ടും ബീഫും അങ്ങോട്ട് കുത്തിക്കയറ്റും. ഞാന് തല്ലൂടി പോണ ആൾക്കാരുടെ അടുത്താണ് പുട്ടും ബീഫും ചോദിക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് ഞാൻ അങ്ങോട്ട് മേടിച്ച് പണ്ടാറിറങ്ങൂലേ? ഓരോ വർത്താനങ്ങൾ പറഞ്ഞോണ്ട് വെറുതെ അല്ല. ഓള് ഇവിടെ കിട്ടും നിൽക്കണ സമയത്ത് നേരത്തിന് ചോറും ചായണ്ട് അതും ഇല്ലാണ്ടാക്കി നിങ്ങൾ തമ്മിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു മലയാളവും ഉളക്കമ്മില്ല. ഒന്നാമത്തെ നിങ്ങൾ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ 3-4 നേരം ഇങ്ങനെ തിന്നാൻ ചോദിച്ചിട്ട് തന്നെ ഓൾക്കൊരു വില ഇല്ലാത്തത്. പിന്നെ ഞാൻ കേസടിച്ച് കിടക്കാം. അല്ല ഇത് നേരത്തെ നക്കും ചെയ്യാം. ഞാൻ എന്താക്കിന്ന് പറഞ്ഞു അന്ന് ഞാൻ പൊന്ന് പോലെ നോക്കിയിട്ടല്ലോ ഈ നക്ക് തിന്നാൻ വെച്ചാൽ അവസാനം ഞാൻ കാട് വീടായപ്പോ ആശാരി പുറത്ത് 60-ാം വയസ്സിൽ അറിഞ്ഞ് കത്തിയില്ലെങ്കിൽ 70-ാം വയസ്സിൽ നിങ്ങളെ കയറി കൊല്ലുക. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാളിഞ്ഞി വർത്താനം വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. പിന്നെയും വന്നോ ഓനാത്ത ദിവസം കൊടുത്തു കൊല്ലി. ഒരു ചായ ഉണ്ടാക്കാൻ പോയിട്ട് എനിക്ക് ഇനി റോഡിൽ വെച്ച് കണ്ടിട്ട് കല്യാണം വിളിച്ചെന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. ഞാൻ വീട്ടിൽ പോയിരുന്നു ആളില്ലാത്തോണ്ടാ കേട്ടോ. സത്യേട്ടം കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇറങ്ങില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു.
കൊറേ ആയാലോ കണ്ടിട്ട്. എന്ത് പറയാനാ, ഓരോ അലച്ചിലല്ലേ. ആ ചെക്കന്റെ കല്യാണം ഒന്ന് സെറ്റായി. ആ കല്യാണായി. അയ്യോ. നീ രക്ഷപ്പെട്ടു. ഈ പെമ്പിള്ളേരെ കെട്ടിക്കണേനും പാടാ ആമ്പിള്ളേരൊക്കെ പെണ്ണ് നോക്കണതേ. ശരിയത്. ഓ ഞാൻ അലഞ്ഞില്ലേ കൊറേ. ഞാൻ ഇപ്പൊ എന്റെ ചെറിയ ചെക്കൻ എത്ര സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു. ആയോ? ഒന്നും ഓന് പിടിക്കണില്ല. പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ മേളിലൊരാളിരിപ്പുണ്ട്. ആള് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കൂ. കറക്റ്റ്. അത് ഇപ്പൊ വ്യാരിക്കുന്ന കണ്ടില്ലേ, എന്തോരം നോക്കി. ഇച്ചിരി വൈകിയാണെങ്കിലും നല്ല തറവാട്ടിലാ ചെന്ന് കയറിയിരിക്കണം. നന്നായി. അപ്പൊ നന്നായി വരട്ടെ. വെള്ളം പറഞ്ഞോ? വെള്ളം പറഞ്ഞു. വെള്ളം എടുക്കപ്പെട്ട എന്താ നോക്കി. എനിക്ക് ഉപ്പിട്ടൊരെണ്ണം എടുത്തോ. പിന്നെ സത്യേട്ടാ, ദേ ഈ കല്യാണത്തിന്റെ കാര്യം ഇപ്പോഴത്തെ അവർക്ക് 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർക്ക് ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ചടങ്ങ്, അതിന്റെ 2 ദിവസം മുന്നേ വേറൊരു ചടങ്ങ്. എന്താ ഹൽദിന്നോ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഇപ്പോഴേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക്. പിന്നെ കല്യാണ മണ്ഡപമൊക്കെ അവർ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നോട്ടെ, അതിലൊന്നും കുഴപ്പമില്ലേ. പിന്നെ സ്ത്രീധനമായിട്ട് നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചില്ല. പക്ഷെ അവര് കുറെ എന്തൊക്കെയോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ പെങ്കൊച്ചിന് എന്തോ ഇച്ചിരി സ്ഥലവും അതും കൊണ്ട് പിന്നെ 100 പവൻ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവരൊരു നമ്മുടെ വീടിന്റെ നമ്മുടെ വീട് പണിഞ്ഞില്ല ഞാനാ, അതിന്റെ കുറച്ച് ലോൺ ഉണ്ടായിരുന്നു, അത് അവരടച്ച് തീർക്കാന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ. അല്ല അപ്പൊ അത് സ്ത്രീധനത്തിൽ പെടില്ലേ? അല്ല, അത് അവരൊരു സന്തോഷമായിട്ട്. ഞാനത് ചോദിച്ചു. അവൻ പറയേ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, നമ്മുടെ ഒരു സന്തോഷമാണ് അത്, അങ്ങനെ കൂട്ടണ്ട, നമ്മുടെ ഒരു സന്തോഷമായിട്ട് കൂട്ടിയാൽ മതി, അത് ഞങ്ങൾ ആ ലോൺ അടച്ച് തീർക്കും. പിന്നെ ഞാനതിനെതിരെ നിന്നുമില്ല. നീ വെള്ളം കുടിക്കുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. ഇങ്ങോട്ട് വന്നേ. അതായത് മന്മത, നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ ചേട്ടാ? നമ്മളിപ്പോ പെണ്ണു വീട്ടുകാരുടെ കയ്യിൽ നിന്ന് 100 ഉറുപ്പ്യ വാങ്ങിക്കുന്നുള്ളൂ നോക്കി, അതും സ്ത്രീധനായിട്ട് കണക്കാക്കണം. അല്ല, നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിക്കണ്ടല്ലോ. അപ്പൊ അവര് തരുന്ന സംഗതികളുടെ ഒക്കെ കാര്യം ഇപ്പൊ നീ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വെച്ച വീടിന്റെ ലോണിന്റെ അടവ് പെണ്ണു വീട്ടുകാരാണ് എന്ന് വന്നു കഴിഞ്ഞാല് അത് എന്തുമാത്രം മോശമാണ്. നമ്മൾ വേറെ ഒരു വകയും ആയിക്കോട്ടെ. നീ 10-25 കൊല്ലം ഗൾഫിൽ പോയി അധ്വാനിച്ചു, പൈസയൊക്കെ ഉണ്ടാക്കി. ഈ ഇത്രയും പൈസയും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പെണ്ണു വീട്ടുകാരുടെ പിന്നെ സ്ത്രീധന പൈസ കൊണ്ടാണ് വീട് വെക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് 4 ആൾ അറിഞ്ഞ നാറ്റ കേസല്ലേ? അല്ലേ? തറവാട്ടിന് മോശമല്ലേ? അത് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ആ പുള്ളിക്കാരന് ഒരേ നിർബന്ധം, പെൺകുട്ടിയുടെ അച്ഛന്, ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ ഇതെങ്കിലും ചെയ്യും, നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ഇത് ചെയ്യൂന്നും പറഞ്ഞിട്ട് പറയുമ്പോ പിന്നെ എനിക്കായിട്ട് അത് അങ്ങനെയല്ല. ഒന്നാമത് സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ വിപത്താണ്, ചെയ്തുകൂടാത്. എന്താ സ്ത്രീധനം? വീട്ടിലേക്ക് വരുന്ന സ്ത്രീയാണ് ധനം. നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് ഒത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു ഭാഗ്യമില്ല. അല്ല, കുട്ടി മിടിക്കുകയാണ്, നല്ല കുട്ടിയാണ്. പിന്നെന്താ, അത് പോരെ? പിന്നെ അവരുടെ മുതലും കൂടിയും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ വേറൊരു കാര്യം ആലോചിച്ചു നോക്കും. ഇത്രയും സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു, എന്തെങ്കിലും ഒരു വിഷയം വീട്ടിനകത്ത് ഉണ്ടായി എന്ന് വരട്ടെ, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, വല്ലതും സംഭവിച്ചാൽ ആദ്യം എന്ത് പറയും ഈ പെൺകുട്ടി? നിന്നോട് പറയും ഇറങ്ങ് പുറത്ത് നിന്ന്. അത് കേൾക്കേണ്ടി വരുമോ? ഈ സ്ത്രീധനം എന്ന് പറയുന്നത് അത്ര ചെറിയ സംഗതിയല്ല, അത് മാരകാണ്. ഇപ്പൊ നീ കല്യാണം കഴിച്ച സമയത്ത് നീ സ്ത്രീധനം വാങ്ങിച്ചോ? ഇല്ലല്ലോ. ഒരു താലിച്ചെയിൻ ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ കഴുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടല്ലേ നീ കൂട്ടിക്കൊണ്ടു വന്നത്? അങ്ങനത്തെ കുടുംബല്ലേ? അതും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീധനം എന്ന് പറയുന്നത് പാപാണ്. നമ്മളൊക്കെ അല്ലേ സമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകൾ. അവര് തന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വെള്ളം കുടിക്ക്. പട്ടാ മധുരം കൂടുതൽ ഇട്ടൂല്ലേ? ഇത്രയും വെള്ളം, മധുരം ഒരുപാട് വെള്ളം. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.